പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാളവിക തൻ്റെ ജോലി അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ജ്വല്ലറിയിലുള്ള പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന മൂർത്തിസ് ജ്വല്ലറിയുടെ യഥാർത്ഥ ശത്രു ആരാണ് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുകയാണ്. അത് നേരിൽ കണ്ടിരിക്കുകയാണ്. കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ട് എന്നുള്ളത് ആദർശിനെ വിവരമറിയിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അയാളെ നേരിട്ട് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ, തനിക്ക് അയാളെ ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് അയക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, ഓ അതിനെന്താ സാർ, അതൊക്കെ ഞാൻ ആരും അറിയാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് സാറിന് അയച്ചു തരാം. പ്രത്യേകിച്ച് അവർ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പുറത്ത് പോകാറുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമായി ഒന്നുകൂടെ പുറത്ത് അവരെ ഫോളോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും എന്നൊക്കെ മാളവിക പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് മാളവികനോട് പറയുന്നുണ്ട് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അവർ എവിടെയാണ് പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നീ നിരീക്ഷിച്ച് കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഞാൻ ഏറ്റു സർ, എന്തായാലും അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ഫോൺ വയ്ക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ നാഗേന്ദ്രനും അവന്തികയും പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മാളിക ചിന്തിക്കുന്നുണ്ട്, ആഹാ ഇവരിപ്പോൾ പുറത്ത് പോകുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് പുറത്തിറങ്ങണം, ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടെന്നോ അല്ലെങ്കിൽ പുതിയ ഡിസൈനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്നോ അതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. അങ്ങനെ നമ്മുടെ മാത്യൂസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ ഇവരെ പോകുന്നതിന് പിന്നാലെ തന്നെ നമ്മുടെ മാളവിക തുടർന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് വഴിയിൽ അവരെ കാറ് നിർത്തി സംസാരിക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ അതുപോലെ തന്നെ നയനയുടെയും എതിരായിട്ട് പുതിയ പെൺകുട്ടി വന്നത് ഏതായാലും നന്നായി. അവളുടെ ഡിസൈൻസൊക്കെ നമ്മുടെ നയനയുടെ ഡിസൈൻസിനേക്കാളും ഒന്നും കൂടെ മെച്ചപ്പെട്ടതാണ്. ഏകദേശം നയന വരയ്ക്കുന്ന അതേ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. അതിനേക്കാളും മികച്ചത് തന്നെയാണ്. അവൾ വരയ്ക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും അവളെ നമുക്ക് ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനറാക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അത് നമുക്ക് നല്ലൊരു നേട്ടങ്ങൾ തന്നെ കൈവരിച്ചു തരും. മൂർത്തിസ് ജ്വല്ലറിയെ എന്നേക്കുമായിട്ട് ഡിസൈൻസിൽ നിന്ന് വരെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയും. ക്ലയൻറ്റിനെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ അവന്തിക നാഗേന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇക്കാര്യത്തെക്കുറിച്ച് ഞാനും മോളോട് പറയാനിരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മുടെ മാളവിക ആ ഒരു കാഴ്ച കണ്ടിട്ട് നിൽക്കുന്നത്. എന്നിട്ട് അവർ കാണാത്ത രീതിയിൽ അവരിയ്ക്കുന്ന ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് മാളവിക പറയുന്നുണ്ട്, ഇത് ഏറ്റവും വിലപ്പെട്ട ഒരു തെളിവ് തന്നെയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ആദർശ് സാറിന് ഒന്നും കൂടെ കാര്യങ്ങൾ എളുപ്പമാകും. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മാളവിക ഫോട്ടോ അയച്ച വിവരം ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശ് ആ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇത് നമ്മുടെ അവന്തികയല്ലേ, അവന്തികയുടെ കൂടെ ഇരിക്കുന്ന ആൾ ജനജാൻറ്റിയുടെ ഭർത്താവല്ലേ, നല്ല മുഖപരിചയമുള്ള ആൾ, അത് തന്നെയാണ്, അയാൾ തന്നെയാണ്. അപ്പോൾ അച്ഛനും മോളും നമുക്കിട്ട് പണി തരാനാണല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് ശരി, വെറുതെ എല്ലാം അറിഞ്ഞിരിക്കുന്ന ശത്രു ഇത്രയും അനന്തപുരിക്കാരോട് അടുത്തുള്ള ആളാണ് എന്നുള്ളതും അനന്തപുരിയിൽ നിന്നും കാര്യങ്ങൾ ചോർത്തുന്നു എന്നുള്ളതും നമുക്ക് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവന്തിക അനന്തപുരിയിൽ കയറി പറ്റിയത്. നമ്മോടൊക്കെ സ്നേഹം കാണിച്ച് നിൽക്കുന്നത് അവളോടുള്ള സംശയം, അവളുടെ മേൽ സംശയം വരാതിരിക്കാനാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. എന്തായാലും നിൻ്റെ പോക്ക് ഏതുവരെ പോകുമെന്നുള്ളത് എനിക്കൊന്ന് കാണാൻ. ഞാൻ അറിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാണാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഉടനടി മാളവികക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാളവികയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശത്രു മറ്റാരുമല്ല, ഞങ്ങളുടെ അകത്തിരിക്കുന്ന ആൾ തന്നെയായിരുന്നു. അത് ഞങ്ങൾ അറിയാതെ പോയി. എന്തായാലും നീ ഞങ്ങൾക്ക് ചെയ്തു തന്നത് വലിയ ഒരു ഉപകാരം തന്നെയാണ്. ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ പ്രതിഫലം വലുതായിട്ട് തന്നെ ഞങ്ങൾ നിനക്ക് തരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മാളവികനോട് ആദർശ് പറയുകയാണ്. അങ്ങനെ ആദർശ് ഇക്കാര്യത്തെക്കുറിച്ച് നയനയോട് പറയുകയും അവർ ഒന്നിച്ചു നിന്ന് ഇനിയും അവരോട് പൊരുതാനും അവരെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.